സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ എൻ്റെ കൂടെ സജാദ് ഉണ്ട്. ഹലോ ഗൈസ്, പേര് പറ. എൻ്റെ പേര് ഷെസാദ് സലീം. പിന്നെ അപ്പാച്ചി ഉണ്ട്. അപ്പാച്ചി ഇത് അവിടെ ഉണ്ട്. അപ്പാച്ചി അവിടെ ഉണ്ട്. പിന്നെ വീഡിയോഗ്രാഫർ അജാസ് ഉണ്ട്. പിന്നെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് നമ്മളൊരു വ്ളോഗ് ഇടുന്നത്. പ്രത്യേകിച്ച് പുതിയൊരു മെയ്ക്കെല്ലാം വാങ്ങിയിട്ടുണ്ട്. കുറച്ച് കളിപ്പിക്കുന്നുണ്ട്. എൻ്റെ തന്നെ കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞു വ്ളോഗ് പറ്റ ഫ്ലോപ്പ് ആവുന്നുണ്ട്. സംഭവം അത് സൗണ്ട് ക്ലിയർ ഇല്ലാത്തതിൻ്റെ വളരെ വ്യക്തമായ കാര്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീഡിയോഗ്രാഫർ തന്നെ അറിയാത്ത കുറച്ച് രഹസ്യങ്ങൾ നമുക്ക് ഇന്ന് വെളിപ്പെടുത്താനുണ്ട്. നമ്മളിപ്പോൾ തലശ്ശേരി വന്ന് നമ്മളൊരു അഞ്ച് പിള്ളേർ ഇവിടെ വന്ന്. അപ്പോൾ ഈ ക്യാമറേൻ്റെ ബാക്കിൽ നിൽക്കുന്നവനക്കും അറിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് പോയ പിള്ളേർക്ക് വരെ അറിവിടാത്തൊരു കാര്യം എന്താ വെച്ചാല്, ഒന്ന് പിള്ളേർ പെസ് കളിച്ചു. സത്യം പറയാം, എനിക്കത് തീരെ പിടിച്ചിട്ടില്ല. നമ്മൾ 5 പിള്ളേർ വന്നിട്ട് 2 പിള്ളേർ പെസ് കളിക്കാം. ബാക്കിയുള്ള ആളെന്താ മണ്ടന്മാരാ. എത്ര കാലം അതിന് ഒഴിവാക്കിയിട്ട് നീ പറയുന്നേ? എന്നിട്ട് പിള്ളേർ നമ്മളെന്ത് ചെയ്ത്, ഞാൻ വണ്ടീൻ്റെ അടുത്ത് ചായിരിക്കുന്ന സമയത്ത് നെബുവിനോട് പറഞ്ഞ്, നെബുവിനോട് കണ്ണോട്ട് നല്ല കാണിച്ച് സൈഡിൽ നോക്കുമ്പോണ്ട് സജു അത് കണ്ട് എല്ലാവരും കട്ടനം കുടിച്ച് ഞാനും നെബും കൂടി മെല്ലെ നടന്ന് പോകുമ്പോൾ സജു അതുപോലെ തന്നെ ബാക്കിൽ വന്നിട്ട് നമ്മൾ പോയി നേരെ പാലത്തിലേക്ക് പോയി. ആദ്യം ഇങ്ങോട്ട് പോയില്ലേ, ആദ്യം കല്ലുമ്മക്കായി സ്പോട്ടിലേക്ക് പോയി. അങ്ങോട്ട് എങ്ങനെയോ പാടം അങ്ങോട്ട് കുറച്ച് നടന്ന് അവിടെ നിന്ന് അങ്ങോട്ട് നടക്കുമ്പോൾ ഇർഷാൻ്റെ ആരോ കുടുംബക്കാരായിട്ടും കണ്ടു. അപ്പൊ ഞാനും നബും മെല്ലെ ഇവനെയും ചമ്മിട്ട് മെല്ലെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് എത്തിയിട്ട് എന്നാ ഇപ്പൊ കഴിക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാം ഇർഷ വിളിക്കാൻ, അവിടെ ചാമ്പലടാ ഞാനും വരുന്നെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാളെ ചാമ്പിട്ടാ വരുന്നത്. എന്നിട്ട് പിന്നെ അതേ പറഞ്ഞ അന്നാ ഓനെയും കിട്ടാന്നുണ്ടെങ്കിൽ ഓനെയും കൂട്ടിയിട്ട് പിന്നെയും നടന്നു. അങ്ങനെ നടന്നിട്ട് നമ്മള് ഫസ്റ്റ് ഇവിടെ പോയി പീലപാല പോയിട്ട് അവിടെ ഇങ്ങനെ ഓരോന്നിന്റെ റേറ്റ് നോക്കി. നമ്മളെ ബഡ്ജറ്റ് റേറ്റ് വേണ്ട, നമ്മളെ ബഡ്ജറ്റ് ഒതുങ്ങാത്ത റേറ്റ് ആണ് തോന്നിയോണ്ട് നമ്മൾ മെല്ലെ ഒഴിവാക്കി മെല്ലെ പോയി. എന്നിട്ട് അപ്പുറത്ത് പോയി നൈസായിട്ട് ചെറിയൊരു പാനിപൂരി ചെറുങ്ങനൊന്ന് കഴിച്ച്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈഗോ അടിച്ച്. അറിയാലോ, മെൻസ് ഈഗോ ഈസ് വെരി, അതാണ് ഈഗോ അടിച്ച് നമ്മൾ വിടുക നേരെ ഫീലപാലിൽ പോയപ്പോ നമുക്ക് നടന്നാലോ ചെറുങ്ങാനപ്പാ ഇവിടെ കാലിയാ. അപ്പൊ ഫീലപാലിൽ പോയാലോ ഇല്ല അത്യാവശ്യം കുറച്ച് എന്താ പറയാ, നമുക്കൊരു അഫോർഡബിൾ ആയ പ്രൈസിൽ വന്നൊരു സാധനം കിട്ടി. അപ്പോൾ അതങ്ങ് ഓർഡർ ചെയ്ത്. അന്നേരം എന്താ പറയാ, പ്രൈസ് വലിയ വിഷയമല്ല അല്ലേ. ചാമ്പീറ്റ് കഴിക്കുമ്പോൾ പിള്ള പറയാലോ, അത് ഭയങ്കര രസമാണ്. ഈ വീഡിയോ എടുക്കുന്ന പിള്ളറും ചാമ്പുന്നതാ, നമ്മളെ ബാക്കിയുള്ള പിള്ളറും ചാമ്പുന്നതാ. എക്സ്പെക്ട് ചെയ്യരുത് തമാമ പറയുന്ന തമാമ. ഓട്ടെ എന്നിട്ട് ഒരു ഫീലമായി കുറച്ച് വണ്ണാള 3 ആളായോണ്ട് ഒരടിയും ഇല്ല. ആവശ്യത്തിന് എടുക്ക, ആവശ്യത്തിന് തിന്ന, വൃത്തിക്ക് കഴിച്ചിട്ടും മതിയായില്ല. ഓൾറെഡി നമ്മള് പാനിപൂരി ഉണ്ട്, ഫീലമാൻ ഓൾറെഡി തിന്ന്. റിട്ടേണിങ് വരുമ്പോ ഒരു താത്ത പറഞ്ഞ്, മക്കളെ 3 കല്ലുമ്മക്കായ ഉണ്ട്, കേട്ടാണിക്കറ 3 കല്ലുമ്മക്കായ ഉണ്ട്, തിന്നോ. അന്നേരം ഈ കുഞ്ഞു മോനക്ക് തിന്നണോന്നുള്ള ബോധ്യമുണ്ട്. ഞാനും നബു എന്താക്കി നടന്ന് ഇവന്. എന്നിട്ട് നമ്മളെ വിളിച്ചിക്കോലും, ഞാനും കേട്ടിക്കില്ല നബുവും കേട്ടിക്കില്ല. അവര് നേരെ എന്താക്കി, പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് കല്ലുമ്മക്കായ തിന്നാ പോരേന്ന് വെച്ചു. അന്നേരം ഇവല് പറഞ്ഞു പിന്നെ എനിക്ക് നേരത്തെ പറഞ്ഞാ പോരെ. ഞാൻ പറയുന്ന ഇവല് കേട്ടിക്കില്ല. അപ്പൊ പിന്നെ നമ്മള് നേരെ മുമ്പില് നമ്മളെ ചായ സ്പോട്ട് പോയി കുറ്റി കല്ലുമ്മക്കായ പോയി.
പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളെ കട്ടക്കാലത്തിന് നമ്മളെ അടക്കല്ല കല്ലുമക്കായി തീർന്നുപോയി. അപ്പൊ കല്ലുമക്കായിൻ്റെതും കൂടി ഈ ചാമ്പലിലുള്ള മൂന്നാമത്തെ ഞാൻ ആദ്യം വിളിച്ചതിൽ പെട്ട ഒരാളാണ് ഇത്. പിന്നെയാണ് ഇവൻ നൈസില് വന്ന കാര്യം. അത് കഴിഞ്ഞ് നേരെ എന്താക്കി ലൊട്ടക്കച്ചിക്കല്ലോ ഒരു താത്ത പാവം താത്ത നോക്കും. താത്ത പാവല്ലേ, താത്ത പാവം. ആ താത്തന്റെ അടുത്ത് പോയി ഞാൻ ലൊട്ടക്കച്ചി പറഞ്ഞു. ഇവർ അത് നേരെ മാറ്റിയിട്ട് മുറുക്ക് കച്ചയാക്കി. അപ്പൊ മുറുക്ക് കച്ച തിന്ന് ഗ്യാപ്പിലൊരു വെള്ളം വാങ്ങി കുടിച്ചു. അതാ കഴിഞ്ഞ് ഇങ്ങോട്ടെത്തിപ്പോയി. വെള്ളം വാങ്ങി കുടിച്ച് അല്ല ലൊട്ടക്കച്ചിയല്ല മുറുക്ക് കച്ചി വാങ്ങി അത് തിന്ന്. എന്നിട്ട് നേരെ വന്ന് നോക്കുമ്പോ അന്നേരം എന്നിട്ടോ 3 കളി കളിച്ച് 3ലും ക്യാമറാമാൻ അജാസ് പൊട്ടി. 3 കളി. എന്നിട്ട് 3 കൊല്ലായിട്ട് കളിക്കാത്ത ഞാൻ ഓനപ്പനും ജയിച്ചു. അപ്പാച്ചന് തോറ്റ്, ഓൾറെഡി തോറ്റ്. പ്രോ പ്ലെയർ അവിടുന്ന് ഫീലാവാൻ കഴിച്ച് എല്ലാം പോട്ടെ. അന്നേരം ടൈം വേറെ ആയിരിക്കാം. ലൊട്ടക്കച്ചി കഴിക്കുന്നത് വരെ ഒരു വിളി പോലും നമ്മളെ വിളിച്ചിട്ടില്ല. ഒരു വിളി വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫീലാവാൻ സമയത്ത് നിങ്ങളുടെ പോയെ ആ സമയത്ത് വേറെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പകുതിയല്ല ഒരു കാഭാഗം എന്തായാലും വെക്കുക. 2 സ്പൂൺ ആ 2 സ്പൂൺ ഞാൻ പറഞ്ഞേക്ക് അതിന്റെ പേര് നമ്മൾ വാങ്ങിയ പേര് വല്ലാത്തൊരു കാര്യമുണ്ട്. ഈ ചാമ്പലിലെല്ലാം കോമൺ വ്യക്തിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചാമ്പ്യത് ഞാനും അജാസും കൂടിയിട്ടാ പോയത്. ഇതെന്നെ ഫീലപ്പാന് പറഞ്ഞു കൊടുക്കണം അജാസ്. ഫീലപ്പാൻ നിങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വന്ന ചാമ്പി കുട്ടിന്. നിങ്ങൾ ആദ്യം ലേറ്റ് ആയി വന്ന് നമ്മള് നേരെ അങ്ങോട്ടേക്ക് വിട്ട് മറ്റേ ഇവന്റെ അടുത്ത് പോയെ അതിന് മുന്നേ എന്നിട്ട് അതിന്റെ മുന്നേ ഞാനും അപ്പാച്ചും മാത്രം വന്നു. അതിനും ഫീലപ്പാൻ കഴിച്ച് പിന്നൊന്നിനും ലോഡർ ഫ്രൈസ് കഴിച്ച്. പിന്നെ അന്നേരം സെജു വരുന്നു കാരണം സെജുവിനെ ചാമ്പി നമ്മൾ വിട്ടു. അതേത് പോക്കാനാ ഇല്ലാത്ത ഞാൻ അപ്പൊ ചാമ്പൽ കോമൺ ആയിട്ടുള്ള വ്യക്തി അപ്പൊ നെബുവാണ്. അപ്പൊ അടുത്തത് ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ മെൻസ് ഈഗോ. ക്യാമറയുടെ ബാക്കിൽ നിന്ന് കളിക്കുന്ന പല പിള്ളേരുണ്ട്. അല്ലെങ്കിൽ കേക്കുവേ കളിക്കാൻ എല്ലാവർക്കും പറ്റും. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. ക്യാമറ ഞാൻ ഫസ്റ്റ് വ്ളോഗ് തുടങ്ങുന്നതിന്റെ സമയത്ത് ഞാൻ സിറ്റി മേന്ന ഇത് പറഞ്ഞത് വ്ളോഗ് തുടങ്ങണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതിൽ പറഞ്ഞിട്ട് അന്നേരം അപ്പാച്ചു എന്നോട് പറഞ്ഞേ ഇർഷായ ഞാൻ സെറ്റ് നമ്മൾ എൻ്റെ ഒരു വീഡിയോ ഉണ്ടാവുന്ന ഉറപ്പ് പറഞ്ഞേക്കാനാ. മെല്ലെ സൈഡിൽ പെണ്ണുങ്ങളെ പോലെ ബാക്ക് പോയിട്ട് ഏതാണ് ഇവേ പെണ്ണുങ്ങൾ വരെ ഇപ്പൊ വ്ളോഗ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ നടക്കൂല. ബാക്കി ഞാൻ പറയുന്നില്ല, കൊറേ കാര്യങ്ങൾ എനിക്ക് പറയണം എന്ന് വിചാരിച്ചാൽ ഞാൻ പറയാ. ഞാൻ പറയണ വെറുതെ വലിയ വിഷയാക്കും ചേക്കെ. അതിന്റെ അങ്ങോട്ടുള്ള തൊന്തരവ് ചെറുതായിരിക്കൂല. ഇത് വേണമെങ്കിൽ മില്യൺസ് ഓഫ് അടിച്ചിട്ടുണ്ടെങ്കിലോ അത് കുറച്ച് കൂടുതലല്ലേ. മില്യൺസ് അടിച്ചിട്ടില്ലെങ്കിലോ ഒരു 100 ആളങ്ങ് കാണൂല. എങ്ങനെയായാലും ഈ വീഡിയോ വൈറലായിക്കഴിഞ്ഞെങ്കിൽ ഇതിന്റെ എന്താ പറയാ കൊളാബ് വരുന്ന പൈസ ഉണ്ടല്ലോ അത് നമുക്ക് മൂന്നാക്കുള്ളൂ. അതിന് വേറെ വർത്താനില്ല. പക്ഷെങ്കില് ഞാനിന്റെ വീഡിയോയിൽ പറയുന്ന ഒരു സാധനം ഉണ്ട്. എന്ത് നമ്മള് ക്വിറ്റ് ചെയ്യാണ്ട് നിക്കുക. ക്വിറ്റ് ചെയ്യാണ്ട് നിന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തില് ഒരു 2026 ഒരു 20 കണ്ടിന്യൂ ആയിട്ട് പോകുന്നെങ്കിലേ ഒരു 28ലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ കാര്യം ഫുഡ് ബ്ലോഗ് തുടങ്ങിയാലോ. മൂടാണ് മലയാളം പറയുന്നുണ്ട്. ഫുഡ് ബ്ലോഗ് തുടങ്ങിയാലോ. എഡിറ്റ് ചെയ്യാൻ ആളുണ്ട്. വീഡിയോ നല്ല ക്യാമറ ഉണ്ട്. വീഡിയോ എടുക്കാൻ ആളുണ്ട്. വീഡിയോ എടുക്കാൻ എന്താ 4 ആളുണ്ട്. പിന്നെ ഒരാൾ എടുക്കാൻ പറ്റില്ല. ഫുഡിന്റെ കാര്യത്തിൽ ഒരു കോംപ്ലൈന്റ്
ഇതാ എനിക്ക് വലിയ പ്രശ്നമാണ്. ആ കട്ട് ചെയ്യാൻ എനിക്ക് വലിയ പണി ചെയ്ത്. ഞാൻ കട്ട് ചെയ്യും അങ്ങനെ തന്നെ. അതൊന്നും ഒരു ഇഷ്യൂ ഉള്ള വാക്കല്ല. തൊപ്പി വരെ വിളിക്കുന്ന വാക്കാണത്. പീന്റെ വിട്ടടാ. കുഷു വലിയ കുഴപ്പമില്ല അല്ലേ? നമ്മൾ നടന്നിറന്ന് ഇങ്ങോട്ട് വന്ന് കുറച്ച് ഇങ്ങോട്ട് വാ. നമുക്ക് കാര്യം ചെയ്യാം. പൊരിക്കുവാനായിക്കില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പൊരിക്കുക. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങള് കാര്യങ്ങള്. ആ സെന്ററിൽ വരുന്ന ലൈന് യെല്ലോയിൽ തന്നെ നിൽക്കണേ, ഇല്ലെങ്കിൽ തല ചിരിഞ്ഞും ചറിഞ്ഞും മറിഞ്ഞിട്ടാണ്. നമ്മൾ ഇരുട്ടിലാണല്ലേ. ഇനി ഇപ്പൊ ഇറക്കണ്ടേ തോന്നല്ലോ. ലൈറ്റ് അങ്ങനെ ഇങ്ങോട്ടല്ലേ? ലൈറ്റ് ക്ലിയർ ഉണ്ട്. അപ്പോ മെയ്ക്ക് വാങ്ങാൻ എനിക്ക് പ്രചോദനം നൽകിയ ഒരു വ്യക്തിയാണ് സഫ്വാൻ. സഫ്വാനോട് പറഞ്ഞ് വ്ളോഗ് പറ്റ ഫ്ലോപ്പ് ആവുന്നുണ്ട്. ആദ്യത്തെ വ്ളോഗൊന്നും പറ്റ ഫ്ലോപ്പ് അല്ലാന്ന് പറയാൻ ചാൻസ്. പിന്നെ നമ്മളെ വ്യൂവേഴ്സും പറഞ്ഞു ഓൾറെഡി. യെസ്. നിങ്ങൾ എന്താ വ്ളോഗ് ഒന്നും ഇടുന്നില്ലേ? മറ്റേ നെബു പറയുന്ന സാധനം അല്ലേ? എന്റെ കുറച്ച് അല്ലല്ല ആളുണ്ട്, ചോദിച്ച ആൾക്കാരുണ്ട്. അത് വേറെ വ്ളോഗ് ഉണ്ടല്ലേ? തീരെ ഇല്ലാണ്ടില്ല. നിങ്ങളെ വ്ളോഗേഴ്സ് ഒന്നും അല്ല, നിങ്ങളെ വ്ളോഗ്സ് ഒന്നും വരുന്നില്ലല്ലോ, എന്ത് പറ്റി? ഞാൻ പറഞ്ഞു വരുന്നുണ്ട്. അല്ലല്ല, ഇത് ഒറിജിനൽ ആയിട്ട് ആര് ഉപയോഗിച്ച കാര്യം ഒന്നും ഇവിടെ പറ്റൂല. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ മൈക്ക് വാങ്ങാനുള്ള പ്രചോദനം നൽകിയ സഫ്വാനാണ്. സഫ്വാൻ പറഞ്ഞോട് പക്ഷേ വ്ളോഗ് പറ്റ ഫ്ലോപ്പ് ആവുന്നുണ്ട്. അപ്പൊ ഞാനും എന്ത് ചെയ്ത്, ഇതിന് മുമ്പൊരു സാധനം എടുത്തേക്ക് നജാഫ് വന്ന സമയത്തുള്ള, ഞാൻ തന്നെ ഒന്ന് ഇടുന്നതിന് മുമ്പ് കണ്ടോക്കി. അപ്പോൾ കണ്ടോക്കി നോക്കുമ്പോ സാധനം ഫ്ലോപ്പാ. ഒന്ന് മെയിൻ പ്രശ്നം പക്ഷെ വീഡിയോ എടുക്കുന്ന സമയത്ത് അജാസിനോട് പറഞ്ഞിക്ക് അടുത്തല്ലെങ്കിൽ ഇതാക്കൂല. അജാസിന്റെ ക്യാമറന്റെ മുമ്പിൽ അത് വേറെ ചരിത്രമുണ്ട്. പബ്ലിക്കൊക്കെ അത് വേറെ ചരിത്രമുണ്ട്. അപ്പോ ആര് അതായത് നമ്മള് തുടങ്ങുന്ന കാര്യങ്ങൾക്ക് കുറെ നെഗറ്റീവ് കമന്റ് പറയുന്ന ആൾക്കാരുണ്ടാവും, കുറെ പോസിറ്റീവ് കമന്റ് പറയുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ അലമ്പാന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും, ബേക്കിൽ നിന്നിട്ട് ചിരിക്കുന്ന കുറെ പിള്ളേരുണ്ടാവും. പക്ഷെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് നടക്കേണ്ട കാര്യം നടക്കും. പിന്നെ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഫസ്റ്റ് വീഡിയോ തുടങ്ങിയത് കാർന്ന് തുടങ്ങിയ സമയത്തെ നജാഫ് പറഞ്ഞ സാധനം ഉണ്ട്, ഇക്ക പറഞ്ഞൊരു സാധനം ഉണ്ട്. എന്ത് ഏണിങ്സിനെക്കാട്ടും കുറച്ചും കൂടി മെമ്മറീസിന് പ്രാധാന്യം നൽകിയാൽ വീഡിയോ ഇതാവും. ഇനി അപ്പാച്ച ഒന്നെങ്കിൽ ക്യാമറന്റെ ബാക്കിൽ നിന്ന് മാറ്, അല്ലെങ്കിൽ അങ്ങ് പോകും, കണ്ടം പോയാട്ട് ഓടിക്കും. അതൊന്നും കിട്ടൂല. കിട്ടട്ടെ, കറക്റ്റ് അടിച്ചാലേ കിട്ടും, അല്ലാണ്ട് എക്സാക്ട് അടിച്ചാൽ കിട്ടൂല. COI സ്പേസ് SOS അടിവര _ ഓക്കെ. അപ്പോ ആ ഒരു താളത്തിലാണ് ഈ വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഒരു വീഡിയോ വരേണ്ടതായിരുന്നു. പക്ഷെ ആ വീഡിയോ എന്താ അത് നല്ലല്ലേ? എന്താ പോസിറ്റീവ് ആണോ? അത്രേ നമുക്ക് ചിന്തിക്കണ്ടോ. പക്ഷെങ്കില് വേണ്ട, നെഗറ്റീവ് നമ്മൾ പറയുന്നത്. നമ്മൾ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ടൈമും നെഗറ്റീവ് മാത്രം പ്രതിഫലിക്കും. മാനിഫെസ്റ്റേഷൻ കേട്ടുക. ഈ മാനിഫെസ്റ്റേഷൻ കേട്ടുക. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂണിവേഴ്സ് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് തരും. അതായത് ഇന്നൊരു പൈസക്കാരനാണെന്നാണ് ഇനി ഹൈറ്റ് കിട്ടേണ്ട കാര്യം. പൈസക്കാരനാണെന്നാണ് ഇനി സങ്കല്പിക്കുകയല്ല, ഇനി അത് വിശ്വസിക്കുക. ഇനി ആയിക്കൊണ്ടിരിക്കാന്ന് വിശ്വസിക്കുക. അല്ലാണ്ട് ഇനി പൈസക്കാരനാകുന്നില്ല എന്നുള്ള നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക. അപ്പൊ എന്ത് ചെയ്യും? യൂണിവേഴ്സ് എനിക്ക് അത് തരും. അതാണ് മാനിഫെസ്റ്റേഷൻ. അതായത് ഇനി പൈസക്കാരിൽ നിന്നല്ല, പോസിറ്റീവായിട്ട് ചിന്തിച്ചിട്ട് നടക്കുമെന്ന് വിചാരിക്കുന്ന കാര്യം നടക്കും. മാനിപ്പുലേഷൻ അല്ല, മാനിഫെസ്റ്റേഷൻ. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തെറ്റുകൾ ചെയ്യാന്നുള്ള ആ ഒരു ഇതല്ലേ, ചെയ്യുന്നതിൽ വന്ന തെറ്റുകൾ. പിന്നെന്നാ ഇനി പറ, ഫോൺ എടുത്തിട്ടിങ്ങോ മുമ്പിലോ
മാനിപ്പുലേഷനാ. മാനിപ്പുലേഷൻ മാനിപ്പുലേഷൻ പ്രചോദനമൊന്നുമല്ല, പിന്നെന്താ പ്രലോഭി പഠിച്ചോ പ്രലോഭനമല്ല. പഠിച്ചോ അടിക്ക്. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ അതെല്ലാം പറഞ്ഞാൽ അല്ല. മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എക്സാമിന്റെ പേപ്പറിന്റെ സമയത്തെല്ലാം പറയുന്ന കേൾക്കാം, മാനിപ്പുലേറ്റ് ചെയ്തെന്നല്ലോ. കൃത്രിമത്വം. അത് മലയാള കൃത്രിമത്വം എന്ന് പറഞ്ഞാൽ ഏതാടാ കൃത്രിമത്വം എന്ന് പറഞ്ഞാൽ? കൃത്രിമത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്നില്ല, അതുപോലത്തെ. ഇല്ല, അതന്നെ കൃത്രിമത്വം തന്നെയാ. കൗശലം, മാനിപ്പുലേഷൻ. കൈകാര്യം ചെയ്യാൻ നാച്ചുറൽ അല്ലാത്ത കാര്യം ചെയ്യുന്നതിന് പറയുന്ന അത് മാനിപ്പുലേഷൻ. അപ്പൊ ഇനി അതിന് മുമ്പിലൊന്നും കണ്ടിട്ടില്ല. എന്താടാ നമ്മള് തുടങ്ങിയാർന്നിക്കാനാ അതറിഞ്ഞിക്കല്ല. ഞാൻ അല്ല യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. എന്ത് വീഡിയോ എന്നാ ക്വിറ്റ് അടിക്കല്ലേ ആദ്യത്തെ ഇതില്. അപ്പോ വ്ളോഗ് കാണുന്ന ആൾക്കാർ കണ്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെല്ലക്കൺ ടിങ് ടിങ് അടിക്കുക. ഓക്കെ, ഒരു സബ്സ്ക്രൈബർ ഒരു മോട്ടിവേഷൻ ആണ്. അപ്പോ എപ്പം പറയുന്ന പോലെ തന്നെ ഏണിങ്സിനെക്കാളും പ്രാധാന്യം നമ്മളെ മെമ്മറീസ് ആണ്. ഓക്കെ, അപ്പോ ഇൻഷാ അല്ലാഹ്. ഓക്കെ.